നമസ്കാരം. ലോകകപ്പിന്റെ കലാശപ്പോരിലേക്ക് സ്പെയിൻ ടിക്കറ്റ് എടുത്തു. അതും ഫ്രാൻസിനെ അക്ഷരാർത്ഥത്തിൽ വരിഞ്ഞു മുറുക്കി. ഒരു ഗോൾ അടിക്കാൻ സമ്മതിച്ചില്ല സ്പാനിഷ് ടീം. ആ ഫ്രഞ്ച് പടയെ ഡെംബലെ, എംബാപ്പെ, ഒലിസെ എല്ലാവരും കളത്തിലുണ്ടായിരുന്നു. പക്ഷേ സ്പെയിൻ അവർ പ്രതിരോധ കോട്ട കെട്ടി. മധ്യനിരയിൽ കളി മെനഞ്ഞു. അമാനുഷികനെ പോലെ ഉറച്ചു നിന്നു അവരുടെ ഗോൾ കീപ്പർ ഉനൈ സിമോൺ. അങ്ങനെ എല്ലാ മേഖലയിലും സ്പെയിന്റെ സമഗ്രാധിപത്യത്തോടു കൂടിയാണ് സെമി ഫൈനലിൽ സ്പെയിൻ ഫ്രാൻസിനെ കീഴടക്കിയത്. ഫ്രാൻസിനെ കീഴടക്കി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് സ്പെയിൻ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്താണ് സ്പെയിന്റെ അതിഗംഭീര മുന്നേറ്റം. ഒയർ സബാലും പെഡ്രോ പോറോയുമാണ് സ്പാനിഷ് ടീമിന്റെ ഗോൾ സ്കോറർമാർ. ആദ്യ പകുതിയിൽ തന്നെയായിരുന്നു സ്പെയിനിന്റെ ഗോൾ. അത് പെനാൾട്ടിയിലൂടെ ആദ്യ ഗോളെത്തി. 22ാമത്തെ മിനിറ്റിൽ ഒയർ സബാലാണ് മത്സരത്തിൽ ആദ്യം ഗോൾ സ്കോർ ചെയ്യുന്നത്. മൊറോക്കോയെ ക്വാർട്ടറിൽ നേരിട്ട ടീമിൽ 2 മാറ്റങ്ങളുമായിട്ടാണ് ഫ്രഞ്ച് ടീം ഇറങ്ങിയത്. ഷുവാമേനിയും ബർക്കോളയും ടീമിലേക്ക് ആദ്യ ഇലനിലേക്ക് എത്തി. എന്നാൽ കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ നിലനിർത്തി സ്പെയിൻ എന്നുള്ളതാണ്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ 6ാം മിനിറ്റിൽ തന്നെ ഒരു കോർണറിലൂടെ ശ്രമങ്ങൾ തുടങ്ങി അവിടെ സ്പെയിൻ. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. 20ാം മിനിറ്റിൽ അത് പെനാൾട്ടി വഴങ്ങേണ്ടി വരികയാണ് ഫ്രാൻസിന്. ഫ്രഞ്ച് പെനാൾട്ടി ബോക്സിലേക്ക് പന്തുമായി കുതിക്കാനുള്ള യാമിൻ ലമാലിന്റെ ശ്രമത്തെ അവിടെ വീഴ്ത്തിയതിനാണ് ലൂക്കാസ് ഡീനെ അവിടെ പെനാൾട്ടി വഴങ്ങേണ്ടി വന്നു. ഫ്രാൻസിന് പെനാൾട്ടി വഴങ്ങേണ്ടി വന്നു. അങ്ങനെ പെനാൾട്ടി എടുത്ത ഒയർ സബാൽ വളരെ കൃത്യമായി തന്നെ പന്ത് വലയിലെത്തിക്കുകയും ചെയ്തു. 22ാമത്തെ മിനിറ്റിൽ അങ്ങനെ സ്പെയിൻ മുന്നിലെത്തുകയാണ് 1-0. ഒരു ഗോളിന്റെ ലീഡുമായി നിന്നില്ല അവിടെ സ്പെയിൻ. വീണ്ടും ആക്രമണം നടത്താൻ ശ്രമിച്ചതാണ് സ്പെയിന് ഗുണമായത്. 58ാം മിനിറ്റിൽ പെഡ്രോ പോറോയിലൂടെ സ്പെയിൻ ലീഡ് 2ആക്കി. പിന്നെയും ഗോൾ നേടാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. ഇതിനിടെ ലമിൻ യമാലിന്റെ ഒരു പന്ത് അത് വലയിലെത്തുകയും ചെയ്തു. പക്ഷേ നേരിയ വ്യത്യാസത്തിൽ അത് ഓഫ് സൈഡ് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അല്ലെങ്കിൽ ഒരുപക്ഷെ സ്കോർ കാർഡ് ഇതിലും ഉയരത്തിലാകുമായിരുന്നു സ്പെയിൻ അനുകൂലമായി. ഫ്രഞ്ച് ആരാധകർ ആവേശത്തിലാണ്. ഇത് സ്പെയിന്റെ ഹോട്ടലിന് മുമ്പിലുള്ള ദൃശ്യങ്ങളാണ്. മത്സരം കഴിഞ്ഞ് ജയിച്ച് എത്തിയ സ്പാനിഷ് ടീമിനെ ആ ഹോട്ടലിന് മുന്നിൽ കാത്തിരുന്ന സ്പാനിഷ് ആരാധകർ ഏറ്റുവാങ്ങുന്നതാണ് കാണുന്നത്. USA ഓരോ നഗരങ്ങളിലും സ്പെയിൻ ആരാധകർ ആഘോഷമാക്കി. മാത്രമല്ല മാഡ്രിഡിലും വലിയ ആഘോഷമായിരുന്നു. മാഡ്രിഡിൽ ഓരോ ഗോൾ വീണപ്പോഴും വലിയ തോതിൽ ആരാധകർ ആവേശം കൊള്ളുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു. We are a team. That's what makes us great. We're a team. We don't have great individuals. We're a team, and that's what makes us the collective force. I agree. I think everybody wants to make a shot and make history, but how Spain plays as a brotherhood, I think that's the key to win. Oh, the game! I thought it was awesome. I thought it was, well, for me it was awesome. I don't know about her. I enjoyed it a lot, honestly. I think it was terrible for France, the way we were neutralized. France didn't show up. They weren't the same team we had been watching, so That's it very was true. a bit of a disappointment. We were expecting something more. It wasn't the same team as last time. Terrible. You're like stabbing a knife and twisting it, man. It was bad, dude. It was not a good time. You know, especially when you're around all the like 70% of the entire stadium was Spanish fans. You know, but it's a good time. It's fun. We had a blast. Sad though. I guess 4 more years. You know, 2030. Here we go. Just amazing atmosphere, great game, excellent game, well deserved for Spain. They played extremely well, outclassed France at all levels. ഫ്രാൻസിനെ തോൽപ്പിക്കുന്നവർ ലോക കിരീടം നേടുമെന്നുള്ള വാചകം അത് ശരിയാവുകയാണെങ്കിൽ സ്പെയിൻ ആ ലോക കിരീടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഉത്തരം അത് അറിയില്ല. എന്നാലും ഫ്രഞ്ച് ആരാധകരെ നിരാശപ്പെടുത്തി ഈ മത്സരഫലമെങ്കിൽ സ്പാനിഷ് ആരാധകർ ആവേശത്തിലായിരുന്നു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. ലോകകപ്പിലെ ഏറ്റവും ഹൈ വോൾട്ടേജ് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മത്സരമായിരുന്നു ഫ്രാൻസും സ്പെയിനും തമ്മിലുള്ളത്. പക്ഷേ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് സ്പെയിൻ കരുത്തരായ ഫ്രാൻസിനെ മുട്ടുകുത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ടോട്ടൽ ഫുട്ബോൾ, അതായത് ഒരു ടീം എങ്ങനെ കളിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സ്പാനിഷ് ടീം കാഴ്ചവെച്ചത്. അവരുടെ കൃത്യമായ പാസുകൾ, അളന്ന് കുറിച്ചുള്ള മുന്നേറ്റങ്ങൾ എന്നിവയെല്ലാം ഇന്ന് സമാനതകളില്ലാത്ത കളിയാണ് സ്പെയിൻ മുന്നോട്ട് വെച്ചത്. ഫ്രാൻസിനെ അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളയുന്ന കളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു കളി? കളിയായിരുന്നു സ്പെയിൻ. സ്പെയിൻ ഏറ്റവും നല്ല കളി ഇന്ന് സ്പെയിൻ കളിച്ചെന്ന് തോന്നുന്നല്ലേ? ഫ്രാൻസ് എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ചാണ് വന്നത്. ബട്ട് സ്പെയിൻ അടിപൊളി.
എംബാപ്പയ്ക്ക് തീരെ ശോഭിക്കാൻ കഴിഞ്ഞില്ല. ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ഒരു കളി കണ്ടത് വിചാരിച്ചാണ് ഫ്രാൻസ് അത്ര നല്ല കളിയായിരുന്നു ഇതുവരെ. പക്ഷേ സ്പെയിൻ സമ്പൂർണ്ണ ആധിപത്യം. അല്ല, കഴിഞ്ഞ കളിയൊന്നും വെച്ച് താരതമ്യപ്പെടുത്താൻ പോലും പറ്റില്ലല്ലേ സ്പെയിൻ കളി. സ്പെയിൻ പക്ക സീൻ. ഏത് ഫ്രാൻസിനെല്ലാം പൂട്ടി വിട്ട് ഫ്രാൻസിനെ പിടിച്ചു നോക്കിയില്ല. കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട് കളി? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി കളി, സൂപ്പർ. ഏത് ടീമായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു, സ്പെയിൻ ആയിരുന്നു? സ്പെയിൻ നല്ല കളിയാണ്. സ്പെയിൻ നന്നായിട്ട് കളിച്ചു, ജയിച്ചവര്. ഏത് ടീമായിരുന്നു? സ്പെയിൻ തന്നെ. സ്പെയിൻ ആയിരുന്നു. സ്പെയിൻ തന്നെ സപ്പോർട്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളി കളി. ഫ്രാൻസ് പ്രതീക്ഷിച്ച രീതിയിൽ കളിച്ചില്ല. നിങ്ങൾ ഫ്രാൻസ് ആയിരുന്നു? ഞങ്ങൾ ഫ്രാൻസ് ആയിരുന്നു. ഞങ്ങളെ പ്രതീക്ഷ കാത്തില്ല. കാലാക്കണ ആരായാലും കുഴപ്പമില്ല. അല്ലെ, എങ്ങനെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല കളിയായിരുന്നു. ഒന്ന് പറ കളിയുടെ ഒരു കളി. കിടിലൻ കളിയായിരുന്നു. സ്പെയിനിലെ 11 പേര് നന്നായിട്ട് കളിച്ചു. ഫ്രാൻസ് നമ്മൾ പ്രതീക്ഷ അത്ര കളിച്ചില്ല അവര്. അതിനുണ്ടാവും. ഈ കാബാർഡോടൊക്കെ സമനില പിടിച്ച സ്പെയിനെ അല്ലെന്ന് അല്ലേ? അല്ലല്ല, സ്പെയിൻ പോർച്ചുഗലിലെ കളിച്ചിലൊക്കെ നന്നായിട്ട് ഇന്ന് കളിച്ചിട്ടുണ്ട്. നല്ല ഭയങ്കര ഒത്തിണക്കമായിരുന്നു ടീമല്ലേ? പേര് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഭയങ്കര പാസുകള്, കട്ട് പാസുകള് നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. എംബാപ്പയ്ക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എംബാപ്പെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എത്തിയില്ല. എങ്ങനെയുണ്ടായിരുന്നു കളി? എങ്ങനെയുണ്ടായിരുന്നു? കളി എങ്ങനെയുണ്ടായിരുന്നു? എന്നുവെച്ചാ ഈ കഴിഞ്ഞ കളിയിലൊക്കെ കളിച്ചതിനേക്കാളും സ്പെയിൻ മറ്റൊരു ടീമായി മാറി. ഇപ്പോൾ എന്താണ് കാണിച്ചത്? സ്പെയിൻ. ഏത് ടീമായിരുന്നു? സ്പെയിനായിരുന്നോ ഫ്രാൻസ്? എനിക്ക് ടീമൊന്നുമില്ല. കളി നന്നാകുക. രക്ഷയില്ലാത്ത കളി. സ്പെയിന് രക്ഷയില്ല. സൂപ്പർ. അർജന്റീനയ്ക്കും ഇംഗ്ലണ്ടിനും വലിയ ഭീഷണിയാണ്. അർജന്റീന തോൽപ്പിക്കും ഈ കളി കളിച്ചാല്. നല്ല കളിയാണ്. വലിയ ആവേശത്തിലായിരുന്നു സ്പാനിഷ് ആരാധകർ. ആ ആരാധകരുടെ ആവേശം നമുക്ക് പ്രകടമാകുന്നുണ്ട്. അവർക്കറിയാം സ്പെയിനിന്റെ ആ മത്സരഫലത്തിന്റെ പ്രാധാന്യം. ജോസഫ് ജോർജ്, ഫുട്ബോൾ കമന്റേറ്റർ, ഫുട്ബോൾ അനലിസ്റ്റ്, നമ്മളൊപ്പം തത്സമയമുണ്ട്. ജോസഫ്, ഈ ഫലം ഭൂരിഭാഗം ആളുകളും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഈ എന്താണ് പറയാ, സ്പെയിൻ പന്ത് കാലിൽ കൊടുത്താലേ എംബാപ്പയ്ക്ക് ഗോൾ അടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കളിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന കളിപ്പിക്കലായിരുന്നു സ്പെയിൻ ഫ്രാൻസിനെ. ഒരർത്ഥത്തിലും ഫ്രാൻസിന് അവസരം കൊടുക്കാത്തൊരു സ്പാനിഷ് ടീം. ഇതെന്തൊരു കളിയായിരുന്നു. വളരെ മനോഹരമായിട്ട് സ്പെയിൻ പന്ത് കൈവശം വെച്ചു എന്ന് മാത്രമല്ല, ഫ്രാൻസിനെ ഇട്ട് നെട്ടോട്ടം ഓടിച്ചു. ഫ്രാൻസിന് ഈ മത്സരത്തിൽ ആകെ 0.3 XG മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. ഫ്രാൻസിനെ പോലുള്ള ഒരു അറ്റാക്കിംഗ് ടീമിന് ആകെ 3 ഷോട്ട് ഓൺ ടാർഗറ്റ് ആണ് എടുക്കാൻ പറ്റിയത്. അതായത് 3 സേവുകളെ ഉണായ് സിമോണ് കണ്ടെത്തേണ്ടി വന്നുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയണം, ഉണായ് സിമോൺ വളരെ മനോഹരമായിട്ട് സ്വീപ്പ് ചെയ്തു. ഒരു സ്വീപ്പർ കീപ്പറായി 2014 എങ്ങനെയാണോ ഒലിവർ കാൻ ജർമ്മനിക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്, മാനുവൽ ന്യൂയർ എങ്ങനെയാണോ വേൾഡ് കപ്പ് നേടിക്കൊടുത്തത്, ഒലിവർ ഖാൻ ഇന്നലെ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അത് ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞതാണ്. കൃത്യമായിട്ടും അതേ ഒരു തന്ത്രം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ ലൈനിൽ നിന്ന് വരുന്ന ഉണായ് സിമോൺ അത് കഴിഞ്ഞ് വന്ന് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് എംബാപ്പയ്ക്കും കൂട്ടർക്കും അവസരം നിഷേധിക്കുക എന്ന് ചോദിച്ചപ്പോൾ സ്പേസ് കൊടുക്കരുത്, ടൈം കൊടുക്കരുത്, ഡിഫൻസിന് പുറകിൽ ഓടാൻ കൊടുക്കരുത് എന്നൊക്കെ നമ്മൾ പറയുകയുണ്ട്. അതുപോലെ പന്ത് കൊടുക്കരുത്. പന്ത് എന്തായാലും കൊടുത്തില്ല, പന്തിന് പുറകെ ഓടുകയായിരുന്നു. കിട്ടിയ അവസരത്തിൽ കൃത്യമായി വന്ന് ഉണായ് സിമോൺ വന്ന് അദ്ദേഹം നടത്തിയ 3 സേവുകളേക്കാൾ ഉപരി വളരെയധികം നിർണായകമായ ഇന്റർസെപ്ഷൻസ്, നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമ്പൂർണ്ണ ഗെയിം തന്നെയായിരുന്നു. സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു സ്പെയിനിന്റേത്. അർഹിച്ച വിജയം തന്നെ. റൈറ്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ചർച്ച നടക്കുന്ന മൊത്തം ലമീൻ യമാലിന്റെ ആ വീഴ്ച, അത് പെനാൽറ്റി ആണോ, പെനാൽറ്റി നൽകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയാണ്. എന്താണ് ജോസഫിന് തോന്നുന്നത്? അത് പിന്നെ സ്പെയിൻ അനുകൂലമായി ലഭിച്ച പെനാൽറ്റി അത് വർത്താണോ, അല്ലെങ്കിൽ അത് നിർണായക തീരുമാനമാണ്, അത് ശരിയായിരുന്നോ? ഇതുവരെയുള്ള എല്ലാ VAR തീരുമാനങ്ങളോടും ഞാൻ യോജിച്ചിരുന്നെങ്കിലും ഇതിന് എനിക്ക് യോജിക്കാൻ പറ്റാത്ത 2 എക്സാമ്പിൾ ഇതിനു മുമ്പ് ഇതേ ലോകകപ്പിൽ നടന്നിട്ടുണ്ട്. അതായത് ലമീൻ യമാൽ ആ പന്ത് കളിക്കുന്നത് തന്നെ പെനാൽറ്റി എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഓൾറെഡി അദ്ദേഹത്തിന്റെ ചാട്ടം നോക്കുകയാണെങ്കിലും ബോഡി പൊസിഷനിങ് നോക്കുകയാണെങ്കിലും അത് പുറം തിരിഞ്ഞു നിന്ന് അത് ഇങ്ങനെ ഒരു ക്ലിയറൻസ് വരും. ആ അടി കൊള്ളുമ്പോഴേ വീഴാൻ വേണ്ടി ഓൾറെഡി വീഴാൻ പോവുകയാണ്. അപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിന്റെ മോഷൻ നോക്കുകയാണെങ്കിൽ, അത് ബോഡി പൊസിഷനിങ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞാണ് വീഴാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളപ്പോൾ അത് ഇനിഷ്യേറ്റ് ചെയ്യുമല്ലേ, അത് ഉദ്ദേശം പന്തെടുത്ത് കളിക്കുകയല്ലല്ലോ, വീഴുകയല്ലേ എന്നുള്ള ഒരു ചോദ്യം വരുന്നു. അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ 2 ഉദാഹരണം. ഒന്ന്, ഇംഗ്ലണ്ട് നോർവേ മത്സരത്തിൽ
ജഡ് സ്പെൻസ് ഒരു പെനാൽറ്റി വിജയിച്ചിരുന്നു. അതിനുശേഷം അത് കണ്ടു കഴിഞ്ഞാൽ 100% ഷുവർ ഷോട്ട് പെനാൽറ്റി എന്ന് തോന്നി. അതിനുശേഷം അത് ക്യാൻസൽ ചെയ്യണം. കാരണം സ്പെൻസ് അത് അദ്ദേഹത്തിന്റെ ഓടുന്ന ഡയറക്ഷൻ മാറ്റി കാലെടുത്ത് എതിരാളികളുടെ മുമ്പിൽ വെച്ച് വീഴുകയായിരുന്നു എന്നാണ് റഫറി വിധിച്ചത്. അപ്പോൾ അവിടെ ഒരു കൺസിസ്റ്റൻസി വേണം. കാരണം അത് ഇനീഷ്യേറ്റ് ചെയ്തു, പെനാൽറ്റിക്ക് വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്തു, ഡയറക്ഷൻ മാറ്റി പന്തിന് വേണ്ടിയല്ല പെനാൽറ്റിക്ക് വേണ്ടിയാണ് ശ്രമിച്ചതെന്നുള്ളതുകൊണ്ടാണ് അവിടെ കൊടുക്കാതിരുന്നത്. അതേപോലെ തന്നെ ശരിക്കും ഫ്രാൻസിനെയും എംബാപ്പയെയും ഏറ്റവും അധികം ചൊടിപ്പിക്കാൻ കാരണം ഇതായിരിക്കും. ഫ്രാൻസ് സെനഗൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു മത്സരത്തില് സാദിയോ മാനെ വന്ന് ബോക്സിൽ കിലിയൻ എംബാപ്പയെ ടാക്കിൾ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് പന്ത് തൊട്ടുപോലുമില്ല, പന്ത് കിട്ടിയില്ല. പക്ഷെ എംബാപ്പെ മാനയെ തട്ടി വീഴുന്നു. പക്ഷെ എംബാപ്പെ മാനയെ തട്ടി വീഴാൻ വേണ്ടി പെനാൽറ്റിക്ക് വേണ്ടിയാണെന്നാണ് അന്നത്തെ റെഫറിയും VAR അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തിട്ട് പോലും, മെയിൻ റെഫറി VAR പോയി സ്ക്രീനിൽ പോയി ചെക്ക് ചെയ്തിട്ട് പോലും വിളിച്ചത്. അപ്പൊ അതായത് അവിടെയും ആ ഗോളിന്റെ സാരാംശം ഇതായിരുന്നു, വീഴാൻ വേണ്ടിയായിരുന്നു എംബാപ്പെ നോക്കിയത്, അല്ലാതെ അത് കളിച്ചു പോകാൻ വേണ്ടിയല്ല, അതുകൊണ്ട് പെനാൽറ്റി കൊടുത്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇതിനു മുമ്പ് ഈ ലോകകപ്പിൽ ഉണ്ടായ സ്ഥിതിക്ക് ഇത് വ്യത്യസ്തമായ ഒരു തീരുമാനം വരുന്നു. അതായത് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തോട് യോജിക്കാൻ പറ്റാത്തത്. കാരണം ലമീൻ യമാൽ അവിടെ പന്ത് എടുത്ത് കളിച്ചു പോകാനുള്ള ശ്രമമല്ല നടത്തിയത്. പിന്നെ അത് കഴിയുമ്പോൾ ഒരു ഹാൻഡ് ബോൾ അല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ക്ലോസ് റേഞ്ചിൽ നിന്നും ഉള്ള ഡിഫ്ലക്ഷൻ ഒരിക്കലും ഹാൻഡ് ബോൾ ആയിട്ട് പരിഗണിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലൂക്കാസ് ഡീനയുടെ ഹാൻഡ് ബോൾ ഒരിക്കലും അവിടെ ഒരു ഇക്വേഷനിലേ വരുന്നില്ല. കാരണം അതിനു മുമ്പേ ലമീൻ യമാലിന്റെ കോണ്ടാക്ട് വന്നു, പെനാൽറ്റി കൊടുത്തു എന്നുള്ളതാണല്ലോ വിധി വന്നത്. അപ്പോൾ ആ ഒരു കോണ്ടാക്ട് തന്നെ അത് ഇനീഷ്യേറ്റ് ചെയ്തത് പെനാൽറ്റിക്ക് വേണ്ടിയാണ്, ഫൗളിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടുക്കരുതായിരുന്നു എന്നുള്ളൊരു വാശക്കാരനാണ് ഞാൻ. റൈറ്റ്. ഇനിയും ഈ ഡെംബലെ എവിടെ, എംബാപ്പെ എവിടെ എന്ന് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഫ്രഞ്ച് ആരാധകർ. കാരണം അത്രമാത്രം മിനിമൽ ടച്ചാണ് ഇന്നലെ എംബാപ്പയ്ക്കൊക്കെ പന്ത് കിട്ടിയത്. ഈ ഇന്റർസെപ്ഷനിൽ അതൊരു എന്താ പറയുക, വളരെ കലയായിരുന്നു ഇന്നലെ ഫ്രാൻസിനെതിരെ സ്പെയിൻ കാഴ്ചവെച്ചത്. ഇത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ പന്ത് ഇങ്ങനെ പിടിച്ചെടുക്കുക, ആ പന്ത് കൊണ്ട് മുന്നോട്ട് പോവുക. ക്ലൂ ഉണ്ടായിരുന്നില്ല, ക്ലൂലെസ് ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ ഫ്രാൻസ് ഇന്നലെ. ഈ ഡിഫൻസ്, ഈ മിഡ്ഫീൽഡ്, ഇനി ഫൈനലിൽ ആരുമായിക്കോട്ടെ, അർജന്റീനയോ ഇംഗ്ലണ്ടോ, ഈ സ്പെയിൻ ഒരു വല്ലാത്ത ടീമായി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റിയിൽ സ്പെയിൻ ഉറപ്പായും ഈ ഒറ്റ മത്സരം കൊണ്ട് 1ാം സ്ഥാനത്തെത്തുന്നില്ലേ? യെസ്, ഈ ഒരൊറ്റ മത്സരം കൊണ്ട് തന്നെ നമ്മള് ഫേവറേറ്റ്സിനെ തോൽപ്പിച്ച് കളഞ്ഞ, നിലം തൊടിയിപ്പിക്കാത്ത ടീം അപ്പോൾ പുതിയ ഫേവറേറ്റ്സ് അവർ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഒരു സാമ്യത്തിലേക്കാണ് ഞാൻ പോകുന്നത്. 2008 യൂറോപ്യൻ ചാമ്പ്യന്മാരായിരുന്ന സ്പെയിൻ അന്ന് ലോകകപ്പിന്റെ ഫൈനലിലെത്തി ലോകകപ്പ് നേടുകയായിരുന്നു. അപ്പൊ യൂറോപ്യൻ ചാമ്പ്യന്മാരും ലോക ചാമ്പ്യന്മാരുമായി. ഇപ്പോൾ നിലവിൽ 2024 യൂറോപ്യൻ ചാമ്പ്യന്മാരാണ് സ്പെയിൻ. 2026 ലോകകപ്പ് ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ 2010 ചരിത്രം ആവർത്തിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അപ്പൊ അതിനുള്ള കളി അവർ കളിച്ചു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അവർ പന്ത് റാഞ്ചി എടുത്തിട്ട് വളരെ പെട്ടെന്നുള്ള എക്സ്ചേഞ്ചും ഇന്റർചേഞ്ച് ഓഫ് പൊസിഷൻസുമാണ്. ഇന്നത്തെ കളിയിൽ മറ്റൊരു പ്രധാന വ്യത്യാസം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിന്റെ അറ്റാക്കുകൾ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ക്ലിയറൻസുകൾ അല്ലെങ്കിൽ യുനായ് സിമോണിന്റെ ഇടപെടലുകളൊക്കെ വന്ന അറ്റാക്കിംഗ് പ്ലേയേഴ്സിനെയാണ്. അവരുടെ അറ്റാക്കേഴ്സ് മാത്രമേ ആ ലൈൻ ബ്രേക്ക് ചെയ്ത്, ഓഫ് സൈഡ് ട്രാപ്പ് ഹൈ ലൈൻ ആണെങ്കിൽ പോലും അത് ബ്രേക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിച്ചുള്ളൂ. പക്ഷെ നേരെ തിരിച്ചോ, എങ്ങനെയാണ് സ്പെയിൻ ഫ്രാൻസിന്റെ ഓഫ് സൈഡ് ട്രാപ്പിനെ ബീറ്റ് ചെയ്ത് നോക്കുക? വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. പെഡ്രോ പോറോയുടെ ആ ഗോള് ഉദാഹരണമായിട്ട് എടുത്താൽ മതി. പെഡ്രോ പോറോയാണ് ആ ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്ത് വരുന്നത്. എത്ര അനായാസമാണ്. ഡാനി ഓൾമോയ്ക്ക് പാസ് കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹം തീരുമാനിച്ചിരുന്നു, ഞാൻ ആ റൺ കണ്ടിന്യൂ ചെയ്യാണ്, അതൊരു 1-2 ആണ്. ആ 1-2 മൊത്തം ഡിഫൻസ് ബീറ്റണായിപ്പോയി. അപ്പോൾ അത്ര മനോഹരമായിട്ട് അവരാ ഡിഫൻഡേഴ്സും അതുപോലെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സും ആണ് പൊതുവെ ആ റൺ എടുത്തത്. അതിന് പ്രധാന കാരണം നമ്മൾ ഡാനി ഓൾമോ അവിടെ അസിസ്റ്റ് നൽകിയ ഡാനി ഓൾമോയ്ക്ക് ആ കിട്ടിയൊരു അംഗീകാരം തന്നെയാണ്. കാരണം ഇന്നത്തെ മത്സരത്തിൽ അദ്ദേഹം 30 പാസ് അറ്റംപ്റ്റ് ചെയ്തു, ഒരെണ്ണം മാത്രമേ മിസ് പാസ് ആയുള്ളൂ. 29 പാസ് പൂർത്തിയാക്കി, ഒരു അസിസ്റ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പലപ്പോഴും ഡീപ്പായിട്ട് വന്ന് ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ബാക്കിയുള്ളവർക്ക് ഓടിക്കയറാൻ വേണ്ടി. ഈ സമയത്ത് അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു. എല്ലാ സമയത്ത് ബാക്കിയുള്ളവർക്കുള്ള ഒരു സ്പേസ് അദ്ദേഹം വെക്കേറ്റ് ചെയ്യുകയാണ്. നമ്മൾ പലപ്പോഴും ഹാരി കെയ്ൻ അങ്ങനെ സ്പേസ് വെക്കേറ്റ് ചെയ്യുന്നു, അത് അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഇന്നലെ വളരെ നിർണായകമായ ഒരു റോള് കളിച്ച താരമാണ് ഡാനി ഓൾമോ. അർഹിച്ചൊരു അസിസ്റ്റും കിട്ടി. ഇതൊക്കെ തന്നെയാണ് ഇന്നലെ സ്പെയിനിന്റെ വിജയത്തിന്റെ രഹസ്യം. റോദ്രി, അവരുടെ ക്യാപ്റ്റൻ, ആ റോദ്രിയുടെ മികവ് കൂടി പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ പോലെ ഒരു മിഡ്ഫീൽഡ് മാസ്റ്ററോ എത്ര ഭംഗിയായിട്ടാണ് ആ മത്സരത്തിന്റെ നിയന്ത്രണം അയാൾ സ്വന്തം ടീമിന്റെ കൈകളിലേക്ക് എത്തിച്ചത്. കാലുകൊണ്ട് അയാൾ കളിമനൻ. തീർച്ചയായിട്ടും റോഡ്രിയാണ് ഈ പാവകളെ നിയന്ത്രിക്കുന്നത് പോലെ ഈ ടീമിനെ മൊത്തം നിയന്ത്രിച്ചത്. അദ്ദേഹത്തിന്റെ ചുറ്റുമാണ്. അദ്ദേഹമായിരുന്നു ആ ടീമിന്റെ പിവോട്ട്. ഇതിന്റെ
മധ്യനിരയിലെ കടിഞ്ഞാൻ മുഴുവൻ റോഡ്രിയുടെ കൈ പക്കലായിരുന്നു. ഒലിസെ ഒരു ടാക്കിൾ ചെയ്തത് ഒരു സ്റ്റഡ്സ് അപ്പ് ചലഞ്ച് ആയിരുന്നു. റെഡ് കാർഡ് കിട്ടാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം. അത് റോഡ്രിക്കെതിരെയായിരുന്നു. കാരണം റോഡ്രി ഇവരുടെ ആക്രമണങ്ങളൊക്കെ എടുക്കുന്നു, അതിനുശേഷം പെട്ടെന്ന് കൊടുത്തു മാറി അദ്ദേഹം സ്പേസ് കണ്ടെത്തുന്നതാണ്. ആ ടൈറ്റ് ഏരിയയിൽ പോലും ഫ്രാൻസിന് തിരിച്ച് പ്രസ് ചെയ്തിട്ട് പന്ത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല. ബോൾ റിക്കവറി ടൈം വളരെ കൂടുതലായിരുന്നു. അതേസമയം സ്പെയിനിന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടാലും ബോൾ റിക്കവറി ടൈം വളരെ കുറവായിരുന്നു. അതിന്റെ പ്രധാന കാരണക്കാരൻ നമ്മുടെ റോഡ്രി തന്നെ. മികച്ച ടാക്കിളുകളിലൂടെ, മികച്ച റിക്കവറിയിലൂടെ എപ്പോഴും പന്ത് വശത്താക്കുകയും അതുപോലെ തന്നെ ലൈൻ ബ്രേക്കിംഗ് പാസുകളിലൂടെ എതിരാളികളെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. റോഡ്രി ഈ ലോകകപ്പിലെ മികച്ച താരം എന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പറയുകയുണ്ടായി. അതിൽ യാതൊരു സംശയവുമില്ല. അതിന് അടിവരയിടുന്ന ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ഗോൾഡൻ ബോൾ റോഡ്രിക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇനി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഹാരി കെയ്നും ഇംഗ്ലണ്ടും അല്ലെങ്കിലും. ഓക്കെ, ഞാൻ ഇനി മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ സ്പെയിനിന്റെ ഒരു ആംഗിൾ പറഞ്ഞു, പക്ഷേ ഫ്രഞ്ച് ആരാധകർ നോക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ വീഴ്ച? എന്താണ് ശരിക്കും ഫ്രാൻസിന് സംഭവിച്ചത് സ്പെയിനിന്റെ മികവിനേക്കാൾ ഉപരിയായി? ഫ്രാൻസിന് അവരുടെ അറ്റാക്കിന് ഒരു ക്ലിനിക്കാലിറ്റി ഇല്ലായിരുന്നു. അവർ കൂടുതൽ ടൈം എടുത്തു പന്ത് കിട്ടുമ്പോഴാണെങ്കിൽ പോലും. ഇങ്ങനെ ഓർഗനൈസ്ഡ് ആവാനായിട്ട് സ്പെയിന് സമയം കൊടുത്തു എന്നുള്ളതാണ് ഫ്രാൻസിന് പറ്റിയൊരു വലിയ വീഴ്ച. അത്ര സമയം എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടീം ആയിരുന്നില്ല സ്പെയിൻ എന്ന് വളരെ വ്യക്തമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുക, ഗോൾ കീപ്പറെ നന്നായിട്ടൊന്നും പരീക്ഷിക്കാൻ പോലും അവർക്ക് സാധിച്ചില്ല. എംബാപ്പെ പെനാൽറ്റി ബോക്സിൽ 7 ടച്ച് എടുത്തു എതിരാളികളുടെ. 3 ഷോട്ടാണ് പുള്ളി എടുത്തത്, ഒരെണ്ണം പോലും ടാർഗറ്റിലില്ല. ഏറ്റവും പ്രധാനപ്പെട്ട താരത്തെ സംഭൂജനാക്കി കഴിഞ്ഞു. ഒലിസെ പിൻവലിക്കേണ്ടി വന്നു. ഡെംബലയും അത്ര ശോഭിച്ചില്ല. ഡുവയ്ക്ക് കിട്ടിയ അവസരങ്ങൾ അദ്ദേഹത്തിന് ശരിക്കും എംബാപ്പെ കയറി പ്രസ് ചെയ്ത് വന്ന ഉണായി സിമോണിൽ നഷ്ടപ്പെട്ട ഒരു പന്ത് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു ഡുവെ. പക്ഷെ അത് നേരെ കയ്യിലേക്കാണ് അടിച്ചു കൊടുത്തത്. അപ്പൊ അങ്ങനെ ഗോൾ കീപ്പർ ഔട്ട് ഓഫ് പൊസിഷനായിട്ട് ഗോൾ കാലിയായിരുന്നിട്ട് പോലും അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രധാനമായും ഫിനിഷിങ്ങിലെ പോരായ്മ തന്നെ. രണ്ടാമത്തേത്, എന്തുകൊണ്ട് അവർ അത്ര സമയം എടുത്തു ആക്രമിക്കാൻ? ഒരു വ്യഗ്രത ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ആക്രമിക്കണം, എത്രയും പെട്ടെന്ന് സ്പേസ് കണ്ടെത്തണം എന്നുള്ളതുണ്ടായിരുന്നില്ല. പന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു കിട്ടുന്നുമില്ല. ശരിക്കും ഇട്ട് പന്തിന് പുറകെ ഇട്ട് ഓടിച്ചു എന്ന് പറയാം. റൈറ്റ്, താങ്ക് യു സോ മച്ച് ജോസഫ് ജോർജ്. എന്താണെങ്കിലും രാത്രി മത്സരം കഴിഞ്ഞ് 2:45 കിടന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചതാണ് ജോസഫിനെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫുട്ഗോളം. എന്താണെങ്കിലും ജോസഫ് പറഞ്ഞതുപോലെ അതിവേഗത്തിൽ നീങ്ങുന്ന ഫ്രഞ്ച് ടീം ഇന്നലെ സ്പെയിനിന് മുന്നിൽ അല്പം ഒന്ന് പമ്മി എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ തോൽവിയുടെ ആദ്യ കുഴി തോണ്ടിയത് അവിടെയാണ് എന്നുള്ളതാണ്. എന്നാലും ഫുട്ബോളം വീണ്ടും 9:40 നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.